രാത്രി ധ്രുവ് കളരിക്കൽ വീടിന് മുന്നിൽ വണ്ടി പായിച്ചു കൊണ്ടുവന്ന് നിർത്തി. കുറച്ചുനേരം അവൻ അതിൽ തന്നെ ഇരുന്നു. വണ്ടിയുടെ അകത്തിരുന്നു കൊണ്ട് പുറത്തേക്കൊന്ന് നോക്കിയ ശേഷം അവൻ പുറത്തേക്കിറങ്ങി. ഇട്ടിരുന്ന ഷൂ പോലും അഴിക്കാതെ അവൻ ഡോർ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി. ഹാളിൽ കോപത്തോടെ മാധവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. കൂടെ തുളസിയും മീനാക്ഷിയും നിൽപ്പുണ്ടായിരുന്നു. അവരെ 3 പേരെ കണ്ടതോടെ ഒരു പുഞ്ചിരി ചിരിച്ചുകൊണ്ട് ധ്രുവ് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. "ധ്രുവ, ഒന്ന് നിന്നേ, നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു," മാധവൻ പറഞ്ഞു. "എനിക്കൊരു കാര്യം കേൾക്കണ്ട," ധ്രുവ് പുച്ഛത്തോടെ തിരിഞ്ഞു നോക്കാതെ മറുപടി പറഞ്ഞു. "നീ കേൾക്കണ്ട. നീ ഇന്ന് ദേവുവിനെ കാണാൻ പോയല്ലേ? നീ എന്നു മുതലാ പെണ്ണുങ്ങളെ മേൽ കൈവയ്ക്കാൻ തുടങ്ങിയേ?" മാധവൻ ചോദിച്ചു. "അതൊന്നും നിങ്ങൾ അറിയണ്ട. എൻ്റെ തലയിൽ അവളെ കെട്ടിവെക്കാൻ ഇനിയും നോക്കിയ പോലീസിൻ്റെ തനി സ്വഭാവം ഞാൻ കാണിക്കും," ധ്രുവ് ദേഷ്യത്തോടെ മാധവന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ്റെ മുഖം കണ്ട് മീനാക്ഷി ഒന്ന് പേടിച്ചു. "അല്ലേലും നിന്നെപ്പോലെ ഒരു തെമ്മാടിക്ക് അവളെപ്പോലെ ഒരു നല്ല കൊച്ചിനെ കിട്ടില്ലല്ലോ." മാധവനും വിട്ടുകൊടുത്തില്ല. അവനോടായി പറഞ്ഞു. അതോടെ ധ്രുവിൻ്റെ സകല നിയന്ത്രണവും വിട്ടു. "പിന്നെന്തിനാ അവളെ എൻ്റെ തലയിൽ വെച്ച് തരണേ? നിങ്ങൾക്ക് വേറെ ഒരുത്തനെ പിടിച്ച് കൊടുക്കാറുന്നില്ലേ?" ധ്രുവ് മാധവന് നേരെ അലറിക്കൊണ്ട് ചോദിച്ചു. തുളസി പേടിച്ചുകൊണ്ട് മാധവൻ്റെ കയ്യിൽ പിടിച്ചു നിന്നു. "എടാ, ഞാൻ എത്ര ബുദ്ധിയില്ലാത്തവനൊന്നുമല്ല. ആ കൊച്ചിനെ നിന്നോട് പ്രേമമാണെന്നും നിന്നെ മാത്രമേ ദേവു കെട്ടത്തുള്ളൂ എന്നും ഇല്ലിൽ ചത്തു കളയുമെന്നും പറഞ്ഞോണ്ടാണ്. അല്ലാതെ നിന്നെ ആ കൊച്ചിൻ്റെ തലയിൽ ഞാൻ കെട്ടിവെക്കാൻ നോക്കുമോ?" ധ്രുവൻ്റെ നേരെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും മാധവൻ പറഞ്ഞു നിർത്തിയിരുന്നു. ധ്രുവൻ ഒന്ന് ഞെട്ടി. അവൻ അയാളെ സൂക്ഷിച്ചു നോക്കി. കേട്ടത് തെറ്റിപ്പോയോ എന്ന് അവന് തോന്നി. "മാധവേട്ടാ, ഇങ്ങ് വന്നേ. മതി, എന്തിനാ ഇങ്ങനെ?" തുളസി അയാളെ പിടിച്ചു വലിച്ച് അവിടെ നിന്നും കൊണ്ടുപോയി. അവരുടെ പിന്നാലെ മീനാക്ഷിയും അവിടെ നിന്ന് പോയി. ധ്രുവൻ റൂമിൽ കയറി വാതിലടച്ചുകൊണ്ട് അവൻ കട്ടിലിലേക്ക് അങ്ങനെ തന്നെ കിടന്നു. അവൻ്റെ മനസ്സിലേക്ക് ദേവുവിൻ്റെ മുഖവും മാധവൻ്റെ നാവിൽ നിന്നും വന്ന വാക്കുകളും തെളിഞ്ഞു വന്നു. പ്രണയം, അതും തന്നോട്. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൻ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് കട്ടിലിൻ്റെ സൈഡിലുള്ള ടേബിളിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. അത് ചുണ്ടിൻ്റെ ഇടയിലേക്ക് തിരികെ ആഞ്ഞു പുകച്ചുകൊണ്ട് അവൻ തൻ്റെ ഷർട്ട് അഴിച്ചിട്ടു. അവൻ പതിയെ ജനലിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ മനസ്സ് പോലെ ശൂന്യമായ ആകാശം. സിഗരറ്റിൻ്റെ പുക ആഞ്ഞു വലിച്ച് പുറത്തേക്ക് വിട്ടുകൊണ്ട് അവൻ അവിടെയുള്ള ചെയർ വലിച്ചിട്ടിരുന്നു. ഒരു ചന്ദനമണമുള്ള കാറ്റ് അവനെ തഴുകി തലോടിയിട്ട് പോയി. അവൻ കണ്ണുകൾ അടച്ച് ചെയറിലേക്ക് ചാരി. അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്ന 15 വയസ്സുകാരൻ്റെ ദൃശ്യമാണ് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നത്. അമ്മയോട് യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് കയറുന്ന ആ മകനെ നോക്കി സ്കൂൾ ഗേറ്റിന് മുന്നിൽ ആ അമ്മ നിന്നു. സന്തോഷത്തോടെ തിരിഞ്ഞു നടന്ന ആ അമ്മ കണ്ടില്ല തനിക്ക് നേരെ പാഞ്ഞെടുത്ത ലോറിയെ. പതിവില്ലാതെ അച്ഛൻ സ്കൂളിലേക്ക് വന്ന് ഉച്ചയ്ക്ക് തന്നെ വിളിച്ചു കൊണ്ടുപോയി. മുഖമാകെ ചുവന്ന് കണ്ണുകൾ നിറഞ്ഞ് കിടപ്പുണ്ട് അച്ഛൻ്റെ. വീട്ടിലെത്തുന്നവരെ ഒന്നും മിണ്ടിയില്ല. വീടിന് മുന്നിൽ നീലട്ടാർപ്പായ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ആളുകൾ നിരന്ന് നിൽപ്പുണ്ട്. അച്ഛൻ്റെ കൈവിട്ട് വീടിൻ്റെ ഉമ്മറത്തേക്ക് പാഞ്ഞു കയറുമ്പോൾ കണ്ടു വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞ അമ്മയെ. "അമ്മേ!" അവനൊന്ന് ഞെട്ടി എഴുന്നേറ്റു. വിയർത്തവൻ ഒരു പരുവമായിരുന്നു. കവിളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അവൻ പതിയെ തുടച്ചു മാറ്റി. "മോനെ ധ്രുവ!" വാതിലിൽ ഒരു തട്ടൽ. അവൻ ഒന്ന് വാതിലിലേക്ക് നോക്കി. ശേഷം ചെന്ന് വാതിൽ തുറന്നു. അവിടെ ഒരു ജഗ്ഗിൽ വെള്ളം പിടിച്ചു നിൽക്കുന്നുണ്ട് തുളസി. അവളുടെ മുഖം ടെൻഷൻ കൊണ്ട് നിറഞ്ഞു. "എന്താ?" ഒട്ടും മയമില്ലാതെ തന്നെ അവൻ ചോദിച്ചു. ദേഷ്യവും വെറുപ്പും അവനിൽ തങ്ങി. "മോനെ, അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മോൻ അത് കാര്യമാക്കണ്ട. ആ കൊച്ചിനെ മോനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാ മോനോട് അങ്ങനെ പറഞ്ഞേ. അത് മോൻ കാര്യമാക്കണ്ട. മോന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നിർബന്ധം പിടിക്കില്ല. പക്ഷേ ആ കൊച്ചിനെ നീ ഒന്നും ചെയ്യരുത്. ഒന്നില്ലേലും അമ്മായിയുടെ മോളാണവൾ," തുളസി പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. തുളസി വെള്ളം ജഗ് അവൻ്റെ നേരെ നീട്ടി. അവനത് വാങ്ങാതെ വാതിൽ അടച്ചു. ധ്രുവൻ കട്ടിലിൽ ചെന്നിരുന്ന് അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായി കൊണ്ടിരുന്നു. ഏതോ ഒരുവൾ കാരണമാണല്ലോ ഇതെന്ന് ഓർത്ത് ധ്രുവന് ദേഷ്യം വന്നു. അതോടെ അവൻ എഴുന്നേറ്റ് കാർഡ്ബോർഡ് തുറന്നുകൊണ്ട് അതിൽ വെച്ച് കുപ്പി പൊട്ടിച്ചു വായിലേക്ക് കമിഴ്ത്തി. നാളെ ആ പന്ന മോളെ കാണണം. അവളുടെ മറ്റിടത്തെ ഒരു പ്രേമം. കട്ടിലിലേക്ക് വീഴുമ്പോൾ അവൻ സ്വയം പിറുപിറുത്തുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ വിന്ദ ദേവനിലയത്തിലേക്ക് എത്തിയിരുന്നു. വീടിൻ്റെ ഉമ്മറത്ത് കൃഷ്ണൻ പത്രം വായിക്കുന്നുണ്ടായിരുന്നു. വിന്ദയെ കണ്ടതും കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പത്രം മാറ്റി വെച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു. "നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർത്തിരിക്കുമായിരുന്നു." "കുഞ്ഞാറ്റേ, ദേവൂട്ടി എഴുന്നേറ്റിട്ടില്ലേ?" കൃഷ്ണൻ പറഞ്ഞു. "എൻ്റെ ഭഗവതി, അവൾ എഴുന്നേറ്റില്ലേ? ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്. പിള്ളേരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്," വിന്ദ പറഞ്ഞു. "ആ, നല്ല ആളാ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഒന്ന് നോക്കി നോക്ക്," കൃഷ്ണൻ പറഞ്ഞു. "ആ ശരി." വിന്ദ വേഗം അകത്തേക്ക് കയറി. അകത്ത് ഹാളിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു മീര. "ആ, വന്നോ കുഞ്ഞാറ്റ? അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. നീ ഒന്ന് ചെന്ന് നോക്ക്," മീര പറഞ്ഞു. "ആ, ഇപ്പോൾ വരാം." വിന്ദ അതും പറഞ്ഞ് മുകളിലുള്ള ദേവുവിൻ്റെ റൂമിലേക്ക് കയറി. വിന്ദയുടെ അച്ഛനും അമ്മയും മീരയും കൃഷ്ണനുമാണ്. അവളെ കുഞ്ഞാറ്റ എന്നാണ് വിളിക്കാറ്.
വിന്ദ മുകളിലേക്ക് കയറി. ദേവുവിൻ്റെ റൂം ലോക്ക് ചെയ്യാതെ വെറുതെ ചാരിയിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വിന്ദ റൂമിലേക്ക് കയറി. അവിടെ കട്ടിലിൻ്റെ സൈഡിലായി ചുരുണ്ട് തലയണയിൽ മുഖം ചാരി വെച്ച് കിടപ്പുണ്ട് വിന്ദ തേടി വന്ന ആ മുതൽ. ഓ, കാമുകൻ്റെ കയ്യിൽ നിന്നും അടിയും വാങ്ങിയിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടോ? എൻ്റെ ഭഗവതി, ഇതുപോലെയുള്ള എത്ര അടി ഇനി ആ കാലൻ്റെ കയ്യിൽ നിന്നും ഇവൾക്ക് കൊള്ളാനിരിക്കുന്നു. എന്നെ ഇതുപോലെ ഒരു കാമുകിയാക്കാതെ ഇവളുടെ വഴി തിരഞ്ഞെടുക്കാതെ നോക്കണേ. നെഞ്ചിൽ കൈവച്ച് മുകളിലേക്ക് നോക്കിക്കൊണ്ട് വിന്ദ ഭഗവതിയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. മോളെ ദേവു, എണീക്കടാ, ഇന്ന് നമുക്ക് ഡാൻസ് ക്ലാസ് ഉള്ളതല്ലേ? വിന്ദ പറഞ്ഞു. ദേവു ഒന്ന് കുറുകിക്കൊണ്ട് മോളി. അവളൊന്ന് തിരിഞ്ഞു കിടന്നു. എടി എഴുന്നേക്കടി, ദേ നിന്റെ ശിവേട്ടൻ വന്നിരിക്കുന്നു. നിന്നെ കാണാനാ വന്നിരിക്കുന്നത്, വിന്ദ പറഞ്ഞു. അതോടെ ദേവു ചാടി എഴുന്നേറ്റു. അവൾ വിന്ദയെ വിടർന്ന കണ്ണുകളോടെ നോക്കി ഇരുന്നു കൊണ്ട് ചോദിച്ചു, എവിടെ എൻ്റെ ശിവേട്ടൻ? ദേവുവിൻ്റെ ചോദ്യം കേട്ട് വിന്ദ ചിരിച്ചുകൊണ്ട് ദേവുവിനോട് പറഞ്ഞു, നിന്നെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് കള്ളൻ പറഞ്ഞ്, അല്ലാണ്ട് ആ കാലൻ നിന്നെ കാണാൻ വരുമോ? വിന്ദ പറഞ്ഞതും ദേവുവിൻ്റെ മുഖം വാടി. അവൾ അഴിഞ്ഞുകിടന്ന തലമുടി വാരി ചുറ്റി കെട്ടി വെച്ചുകൊണ്ട് ഒന്ന് നിവർന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞാറ്റേ, ഒരു ദിവസം ശിവേട്ടൻ എന്നെ കാണാൻ വരും. അന്ന് ഞാൻ എൻ്റെ ഇഷ്ടം പറയും. ഒരിക്കലും മടുക്കാതെ, ആർക്കും വിട്ടുകൊടുക്കാതെ, വിട്ടുപോവാതെ, മരിക്കുവോളം സ്നേഹിച്ചോളാമെന്ന്. ദേവു പുഞ്ചിരിയോടെ വിന്ദയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് വിന്ദയും ഒന്ന് പുഞ്ചിരിച്ചു. എടി, ഇങ്ങനെയുള്ള നിന്റെ സ്നേഹം പുള്ളിക്കാരൻ മനസ്സിലാക്കാതെ ഇരിക്കുമോ? വിന്ദ പറഞ്ഞു. മനസ്സിലാക്കിയാൽ മതി, ഞാൻ പോയി കുളിക്കട്ടെ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ദേവു പറഞ്ഞു. ദേവു ഡ്രസ്സ് എടുത്തുകൊണ്ട് കുളിക്കാനായി പോയി. വിന്ദ അവളുടെ പോക്ക് നോക്കി അവിടെ തന്നെ ഇരുന്നു. ഇതേ സമയം വണ്ടി പറപ്പിച്ച് സ്പീഡിൽ പായിച്ചോണ്ടാണ് അവൻ്റെ പോക്ക്. എൻ്റെ ധ്രുവ, നീ എവിടേക്കായി പോണേ? ആദി അവൻ്റെ വണ്ടി ഓടിക്കൽ കണ്ടുകൊണ്ട് ചോദിച്ചു. എന്നാൽ ധ്രുവൻ ഒന്നും മിണ്ടിയില്ല. അവൻ്റെ മുഖത്ത് ദേഷ്യം കൊണ്ട് നിറഞ്ഞിരുന്നു. ധ്രുവൻ്റെ വണ്ടി ഇന്നലെ നിന്ന അമ്പലത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. അതിൽ നിന്ന് സ്പീഡിൽ ധ്രുവൻ ഇറങ്ങി. ആദിയും അവൻ്റെ കൂടെ ഇറങ്ങി. ധ്രുവൻ്റെ കൈ പിടിച്ച് നിർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു, നീ എവിടേക്കായി പോണേ? ഇത് ഇന്നലെ വന്നതല്ലേ, എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആദി ചോദിച്ചു. എടാ, അവൾക്ക് ആ നാശത്തിന് എന്നോട് പ്രേമമാണെന്ന് ഇന്നലെ അയാളും ഭാര്യയും പറഞ്ഞതാ, ധ്രുവൻ ദേഷ്യത്തോടെ ആദിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആദി ധ്രുവൻ്റെ വാക്ക് കേട്ടി ഞെട്ടി നിന്നു. എടാ, ശരിക്കും ആ കുട്ടിക്ക് നിന്നോട് പ്രേമമാണ് എന്ന് പറഞ്ഞോ? ആദി ചോദിച്ചു. അത് അവളോട് നേരിട്ട് ചോദിക്കണം, അതിനാ ഇങ്ങോട്ട് വന്നത്, ധ്രുവൻ പറഞ്ഞു. ആദി ഒന്നും മിണ്ടിയില്ല. ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് പുകച്ചുകൊണ്ട് അവിടെ നിന്നു. അപ്പോഴാണ് ദൂരെ നിന്നും 2 പെൺകുട്ടികൾ വരുന്നത് ധ്രുവൻ കണ്ടത്. അതോടെ അവന് അത് അവളാണെന്ന് മനസ്സിലായി. വരുന്നുണ്ട് ആ പഞ്ഞ മോള്, ധ്രുവൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് ആദിയും ആ ഭാഗത്തേക്ക് നോക്കി. ദൂരെ നിന്ന് 2 പെൺകുട്ടികൾ വരുന്നുണ്ട്. ഇതേ സമയം അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരുന്ന വിന്ദ ദൂരെ ഒരു പോലീസ് ജീപ്പ് നിൽക്കുന്നത് കണ്ടു. എടിയേ ദേവു, ആ നിൽക്കുന്നത് ഒരു പോലീസ് ജീപ്പല്ലേ എന്നൊരു സംശയം. വിന്ദ പറഞ്ഞു. കുഞ്ഞാറ്റമോളെ, സംശയമല്ല, ശരിക്കുമുണ്ട്. അത് ശിവേട്ടനായിരിക്കും, ദേവു പറഞ്ഞു. അങ്ങനെയാണേൽ ഒരു ശവപ്പെട്ടി ഓർഡർ ചെയ്യട്ടേടി ഞാൻ? വിന്ദ ചോദിച്ചു. നീ ഒന്നും മിണ്ടാതെ വാ, മനുഷ്യൻ്റെ കയ്യും കാലും വിറച്ചിട്ട് പാടില്ല, മിണ്ടാതെ വാടി, ദേവു പറഞ്ഞു. നീയാണോ അയാളെ പ്രേമിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ നീ എങ്ങനെ അയാളെ ഇഷ്ടമാണ് എന്ന് പറയാൻ പോണത്? വിന്ദ ചോദിച്ചു. എടി, നിന്നോടൊന്നും മിണ്ടാതെ നിൽക്കാൻ പറഞ്ഞോ? എനിക്ക് പേടിയായിട്ട് വയ്യ, ദേവു പറഞ്ഞു. അതോടെ വിന്ദ ദേവുവിൻ്റെ കൈ പിടിച്ചു. ദേവുവിൻ്റെ കൈ വിറക്കാൻ തുടങ്ങിയിരുന്നു. അവർ അടുത്തു വരുന്നത് കണ്ടതും ആദി അവിടുന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. ദേവും വിന്ദുവും അവരുടെ അടുത്തെത്തി. ദേവു ഒന്ന് നിന്നുകൊണ്ട് ധ്രുവനെ നോക്കി. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. ദേവു ഭയത്തോടെ അവിടെ നിന്നും വിന്ദയുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. നിൽക്കടി അവിടെ, ധ്രുവൻ്റെ ശബ്ദം ഉച്ചത്തിലായി. അതോടെ പിടിച്ചു കെട്ടിയ പോലെ നിന്നു ദേവു. തിരിഞ്ഞു നോക്കാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴെ പോയാൽ എന്നവൾ ആഗ്രഹിച്ചു. ധ്രുവൻ മുന്നിലേക്ക് വന്നു. അതോടെ ദേവു ഇല പോലെ വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ മുഖം താഴ്ന്നു. നിനക്കെന്നോട് പ്രേമമാണോ? കടുപ്പിച്ചുകൊണ്ട് ധ്രുവ ചോദിച്ചു. ഒരു നിമിഷം ദേവുവും വിന്ദുവും ഒരുമിച്ച് ഞെട്ടി മുഖത്തോട് മുഖം നോക്കി. വിന്ദ പതിയെ ദേവുവിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈ മാറ്റി അവിടെ നിന്നും മാറി നിന്നു. അതോടെ ദേവു ഒറ്റയ്ക്കായി. പറ, ധ്രുവൻ്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നു വന്നു. എനിക്കിഷ്ടാ, ദേവു മുഖമുയർത്തി അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ധ്രുവൻ ഒരു നിമിഷം പതറിപ്പോയി. അവിടെ നിന്ന ആദി വിന്ദയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ദേവുവിനെയും. ഇപ്പത്തൊട്ടല്ല, കുഞ്ഞിലേ മുതൽ എനിക്കിഷ്ടമാണ് ശിവേട്ടനെ. എന്നോട് അമ്മാവൻ പറഞ്ഞതല്ല, ഞാനായിട്ടാണ് ശിവേട്ടൻ്റെ കാര്യം പറഞ്ഞത്. അത്രയും ഇഷ്ടമാണ്, ഒരിക്കലും വിട്ടുപോവില്ല. ദേവുവിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അതിൽ പതർച്ച ഉണ്ടായിരുന്നില്ല. അവൻ്റെ കണ്ണിലേക്ക് നോക്കി പറയുന്ന ദേവുവിനെ കണ്ട് വിന്ദ ഞെട്ടി ആദിയെ നോക്കി. അവളുടെ കണ്ണുകൾ അവനിൽ തറച്ചു നിന്നു. ആ മുഖം അവളുടെ മനസ്സിൽ ഒരു നിമിഷം കൊണ്ട് തറച്ചു. ദേവു ധ്രുവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നും മിണ്ടാതെ നിന്നു. അടുത്ത നിമിഷം ധ്രുവൻ്റെ കൈ ദേവുവിൻ്റെ കവിൾത്തടത്തിൽ പതിച്ചു. ദേവു ഒന്ന് ചിരിച്ചുപോയി. അവൾ മുഖത്ത്
മുഖത്ത് കൈവച്ചുകൊണ്ട് ധ്രുവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ദേവു! വിന്ദ ഓടി വന്നു ദേവുവിൻ്റെ മുഖത്ത് പിടിച്ചു നോക്കി. അവളുടെ കണ്ണും നിറഞ്ഞിരുന്നു. എന്താടോ താൻ കാണിച്ചത്? വിന്ദ ധ്രുവനോട് ചോദിച്ചു. അത് ചോദിക്കാൻ നീ ആരാടി? ആദി അങ്ങോട്ട് വന്നു. അതെ, ഇയാളെ കണ്ടപ്പോൾ മുതൽ ഉണ്ടായ ഇഷ്ടമല്ല. കുഞ്ഞിലെ മുതൽ, അതും 5 വയസ്സിലെ തന്നെ. ഇയാളുടെ എല്ലാ സ്വഭാവവും അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇയാളെ ഇവള് സ്നേഹിക്കുന്നത്. അല്ലാതെ ഇപ്പോഴോ ഇന്നലെയോ ഉണ്ടായ ഇഷ്ടമല്ല. പിന്നെ തന്നെ ഇതുപോലെ ഇവള് സ്നേഹിക്കുന്ന പോലെ വേറെ ആരും സ്നേഹിക്കില്ല, വിന്ദ പറഞ്ഞു. അതോടെ ആദ്യം ഒന്നും മിണ്ടാതെയായി. എന്നാൽ ധ്രുവൻ്റെ മുഖത്ത് അപ്പോഴും ദേഷ്യം തന്നെയായിരുന്നു. എന്നെ ആരും സ്നേഹിക്കേണ്ട. എന്നെ സ്നേഹിക്കാൻ ഞാൻ ഒരുത്തിയോടും പറഞ്ഞിട്ടില്ല, ധ്രുവൻ പറഞ്ഞു. പറഞ്ഞിട്ടാണോ ഇഷ്ടപ്പെടുന്നത്? ഇനിയിപ്പോൾ എന്നെ കൊന്നാലും ശരി ശിവേട്ടാ. എൻ്റെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് കളരിക്കൽ ശിവധ്രുവിൻ്റെ കൈകൊണ്ടായിരിക്കും, ഉറപ്പോടെയും വാശിയോടെയും പറഞ്ഞുകൊണ്ട് വിന്ദയുടെ കൈ പിടിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി. ധ്രുവനും ആദിയും ഒരു നിമിഷം ഞെട്ടിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. അത്രയ്ക്കും ഉറപ്പുണ്ടായിരുന്നു അവളുടെ വാക്കിന്. ധ്രുവ, നീ എന്തിനാ കുട്ടിയെ തല്ലിയത്? കൊച്ചല്ലേടാ അവൾ, പാവം, ആദി പറഞ്ഞു. പിന്നെ അവൾ പറഞ്ഞത് നീയും കേട്ടതല്ലേ, പ്രേമമാണ് പോലും, അതും എന്നോട്. ധ്രുവൻ പല്ല് കടിച്ചു. എടാ അതിനെന്താ, അവൾക്ക് നിന്നെ പ്രേമിച്ചൂടെ? നീ അവളെ പ്രേമിക്കണമെന്ന് അവൾ പറഞ്ഞില്ലല്ലോ. ആദി ധ്രുവൻ്റെ തോളിൽ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതോടെ ധ്രുവൻ ഒരു പുച്ഛച്ചിരിയോടെ ആദിയെ നോക്കിക്കൊണ്ട് ഉറപ്പോടെ പറഞ്ഞു തുടങ്ങി. പിന്നെ പ്രേമം ഇവളല്ല, ഇനി ഏതവളാണേലും ഈ ധ്രുവൻ്റെ മനസ്സിലോട്ട് കയറില്ല, ധ്രുവ് പറഞ്ഞു നിർത്തി. രാവിലെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് മീനാക്ഷി. അവൾക്ക് മാധവൻ ഒരു സ്കൂട്ടി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലാണ് കോളേജിലും മറ്റും പോക്കും വരവും. അധികം ആരുമില്ലാത്ത പോക്കറ്റ് റോഡ് നോക്കിയാണ് മീനാക്ഷി പോവാറ്. അതാണ് അവൾക്ക് സേഫ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കവേ അവളുടെ മുന്നിൽ ഒരാൾ തെറിച്ചു വീണു. മീനാക്ഷി ഒന്ന് ഞെട്ടി. അടുത്ത നിമിഷം തന്നെ അവൾ ബ്രേക്ക് പിടിച്ചുകൊണ്ട് വണ്ടി നിർത്തിയിരുന്നു. മീനാക്ഷിയുടെ ഹൃദയമിടിപ്പ് കൂടി, കൈകാലുകൾ വിറച്ചു. അവൾ പതിയെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടി സ്റ്റാൻഡിലിട്ടുകൊണ്ട് അയാളുടെ അടുത്തേക്ക് അവൾ മെല്ലെ നടന്നു. അടുത്ത നിമിഷം ഒരു വെടിയൊച്ച മുഴങ്ങി. മീനാക്ഷി പിന്നിലേക്ക് നീങ്ങി കൈകൊണ്ട് ചെവി രണ്ടും പൊത്തിപ്പിടിച്ചുകൊണ്ട് നിന്നു. അവളുടെ എതിർദിശയിൽ നിന്നും ഒരു ബ്ലാക്ക് മഹീന്ദ്ര സ്കോർപിയോ വരുന്നുണ്ടായിരുന്നു. മീനാക്ഷി മുന്നിലേക്ക് നോക്കി. ആ വണ്ടി അവിടെ നിന്നു. അപ്പോഴേക്കും വീണ ആൾ അവിടെ കിടന്ന് ഞെരങ്ങി. സ്കോർപിയോയിൽ നിന്നും ഒരുത്തൻ ഇറങ്ങി. ബ്ലാക്ക് ബ്രാൻഡ് നൈക്ക ഷൂസിട്ട കാലടികൾ. അവൻ അവിടെ കിടന്ന ആളുടെ നേരെ വന്നു. അവൻ്റെ പിന്നാലെ കാറിൽ നിന്നും ഇറങ്ങിയവർ തോക്ക് പിടിച്ചിട്ടുണ്ട്. അവിടെ തന്നെ നിന്നു. മീനാക്ഷിക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ പേടിയോടെ അവിടെ തന്നെ നിന്നു. അവനെ കണ്ടതും അയാൾ പേടിയോടെ പുറകിലേക്ക് നീങ്ങി ഞെരങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. എവിടെ വരെ പോകും നീ? എന്നെ ചതിച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ നീ? അവൻ്റെ ഉറച്ച ശബ്ദം അവിടെ മുഴങ്ങി. അയാൾ പേടികൊണ്ട് അവൻ്റെ നേരെ കൈകൂപ്പി. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നോട് ക്ഷമിക്കണം, അയാൾ വിറച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു. അതിനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അയാളുടെ നേരെ തോക്ക് ചൂണ്ടി. മീനാക്ഷി ഞെട്ടി വിറച്ചു. ഏയ്, ആരാ താൻ? എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നത് ഇയാളെ? മീനാക്ഷി ഉള്ള ധൈര്യത്തിൽ ചോദിച്ചു. അതോടെ അയാളിൽ ഉള്ള അവൻ്റെ നോട്ടം അവളിലായി. മുഖത്ത് വെച്ചിരുന്ന സൺഗ്ലാസ് അവൻ എടുത്തു മാറ്റി. അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം വിടർന്നു. മീനാക്ഷിയും അവനെ നോക്കി നിന്നു. നീട്ടി വളർത്തിയ തലമുടി മുഖത്തേക്ക് കാറ്റിൽ വീഴുന്നു. വളർന്നു വലുതായ താടിയും മീശയും. അതിനിടയിൽ തിളങ്ങുന്ന ക്രൂരതയുടെ ചുവപ്പ് നിറമാണ് ആ നീലക്കണ്ണുകളിൽ തിളങ്ങുന്നത്. ഒരു കൈയിൽ വാച്ച് കിടപ്പുണ്ട്. ആ കൈയിൽ തന്നെയാണ് അവൻ തോക്കു പിടിച്ചിട്ടുള്ളത്. അലസമായി കിടക്കുന്ന നീലയും കറുപ്പും വരുന്ന ചെക്ക് ഷർട്ട്, അതിനോട് ചേർന്ന ബ്ലാക്ക് പാൻറ്. അവനൊന്ന് തല കുടഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്ന അയാളെ നോക്കി. വീണ്ടും തോക്കു ചൂണ്ടി. ഏയ്, നിങ്ങളോടല്ലേ ചോദിച്ചത്? നിങ്ങൾ എന്താ ഈ കിടക്കുന്ന മനുഷ്യനെ കൊല്ലാൻ പോവാണോ? മീനാക്ഷി അവൻ്റെ മുന്നിൽ കയറി നിന്നുകൊണ്ടാണ് ചോദിച്ചത്. അതോടെ അവൻ്റെ പിന്നിൽ നിന്നവർ മുന്നിൽ വരാൻ തുടങ്ങി. എന്നാൽ അവൻ കൈ ഉയർത്തി തടഞ്ഞു. ശേഷം മീനാക്ഷിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ബ്ലാക്ക് ജീൻസും വൈറ്റ് ബനിയനുമാണ് അവളുടെ വേഷം. മുടി വെറുതെ അഴിച്ചിട്ടിരിക്കുകയാണ്. ചെവിയിൽ കുഞ്ഞു കമ്മലും കയ്യിൽ ഒരു സിമ്പിൾ പ്ലാറ്റിനം വളയുമുണ്ട്. അവനൊന്ന് പുഞ്ചിരിച്ചു. അടുത്ത നിമിഷം മീനാക്ഷി നോക്കി നിൽക്കെ അവളുടെ കൈ പിടിച്ച് അവനിലേക്ക് അവളെ അടുപ്പിച്ചിരുന്നു. ഞെട്ടലോടെ മീനാക്ഷി അവൻ്റെ ദേഹത്തേക്ക് അമർന്നു. അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവനിൽ ചേർത്ത് പിടിച്ചു. അടുത്ത നിമിഷം അവൻ്റെ ബുള്ളറ്റ് അയാളുടെ നെഞ്ചിലേക്ക് പാഞ്ഞു കയറി. മീനാക്ഷി ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ നെഞ്ചിലേക്ക് തല ചായച്ചു കൊണ്ടവൾ വിറച്ചു നിന്നു. അവനൊന്ന് ചിരിച്ചു. അയാളുടെ അലർച്ച അവിടെ മുഴങ്ങി. അത് പിന്നീട് കുറഞ്ഞു. പിന്നെ തീരെ ഇല്ലാതെയായി. മീനാക്ഷി പതിയെ മുഖമുയർത്തി നോക്കി. അവനിൽ നിന്നും അടർന്നു മാറാൻ ശ്രമിച്ചു. അവൻ പതിയെ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് മീനാക്ഷിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹൂ ആർ യു? അവളുടെ കണ്ണുകളിൽ ഇരുട്ട് പടർന്ന് തലയിൽ ഒരു മരവിപ്പ് അനുഭവപ്പെട്ടു. അടുത്ത നിമിഷം മീനാക്ഷി ബോധം നിലച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു.
ധ്രുവനും ആദിയും കൂടെ വണ്ടിയിൽ തിരിച്ചു വരുവാണ്. ധ്രുവൻ കണ്ണുകൾ അടച്ച് സീറ്റിൽ ചാരിക്കിടപ്പുണ്ട്. ആദി പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിച്ചു നിർത്തി. ധ്രുവൻ പെട്ടെന്ന് മുന്നിലേക്ക് ആഞ്ഞുപോയി. എന്ത് കോപ്പിലെ പരിപാടിയാണോ കാണിക്കുന്നേ? ധ്രുവൻ ദേഷ്യത്തോടെ ആദിയെ നോക്കി അലറിയതും ആദി മുന്നിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു കൊടുത്തു. ധ്രുവൻ അതേ ദേഷ്യത്തോടെ മുന്നിലേക്ക് നോക്കി. അവിടെ ഒരാൾ രക്തത്തിൽ കുളിച്ചു കിടപ്പുണ്ട്. അവിടെ തന്നെ ഒരു സ്കൂട്ടറും ഇരിപ്പുണ്ട്. ധ്രുവന് അത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി, അത് മീനാക്ഷിയുടെ സ്കൂട്ടറാണെന്ന്. ജീപ്പിൻ്റെ ഡോർ തുറന്നവൻ പുറത്തേക്ക് പാഞ്ഞു. കൂടെ ആദിയും ഉണ്ടായിരുന്നു. നെഞ്ചിൽ വെടിയേറ്റ നിലയിൽ മരിച്ചു കിടക്കുന്നയാളെ നോക്കി ധ്രുവൻ ചുറ്റും നോക്കി. ഏയ് എടാ, ഇത് മീനാക്ഷിയുടെ വണ്ടിയല്ലേ? അപ്പോൾ അവൾ എവിടെ? ധ്രുവൻ പറഞ്ഞു. ആരാ ഈ മരിച്ചു കിടക്കുന്നേ? ആരായാലും ഇവനെ കൊന്നവൻ്റെ കൂടെ ഉണ്ടാവും മീനാക്ഷി, ആദി പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത് ആദി? ധ്രുവൻ ചോദിച്ചു. നീ ടെൻഷൻ ആവല്ലേ, ആദ്യം നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ആളെ വിളിക്കാം. മീനാക്ഷിയുടെ നമ്പറുണ്ടോ കയ്യിൽ? ആദി ധ്രുവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ധ്രുവനോട് ചോദിച്ചു. ഉണ്ട്. ധ്രുവൻ ഫോൺ എടുത്ത് ലോക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്നാൽ അതിലേക്ക് വിളിച്ചു നോക്കടാ, ആദി ധ്രുവനോട് പറഞ്ഞു. ധ്രുവ് മീനാക്ഷിയുടെ നമ്പറിലേക്ക് വിളിച്ചു. എന്നാൽ റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും കോൾ എടുക്കുന്നില്ല. ധ്രുവ് ഒന്നുകൂടി അവളുടെ ഫോണിലേക്ക് വിളിച്ചു. റിംഗ് ഉണ്ടെങ്കിലും കോൾ എടുക്കുന്നില്ലായിരുന്നു. ആദി കിട്ടുന്നില്ല. ധ്രുവൻ ടെൻഷനോടെ പറഞ്ഞു. ഒരു ചേട്ടനെയായിരുന്നു അവൻ്റെ ടെൻഷനിൽ കണ്ടത്. ഒരിക്കൽ പോലും മിണ്ടിയിട്ടില്ല മീനാക്ഷിയോട്. നമുക്ക് ലൊക്കേഷൻ ട്രേസ് ചെയ്യാം, നീ പേടിക്കണ്ട, ടെൻഷൻ ആവല്ലേ, ആദി പറഞ്ഞു. അപ്പോഴേക്കും അവിടേക്ക് പോലീസ് ഫോഴ്സ് എല്ലാം എത്തിയിരുന്നു. അതോടെ അവിടെ നിന്നും ധ്രുവനും ആദിയും വണ്ടിയെടുത്ത് കൊണ്ടുപോയി. മീനാക്ഷിയുടെ കാര്യം ഓർക്കും തോറും ധ്രുവന് ഭയം കൂടിക്കൂടി വന്നു. അവൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ഓർത്താണ് അവൻ്റെ ഭയം. ഇതേ സമയം മീനാക്ഷിയെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. അടുത്തു തന്നെ ഒരു ചെയർ ഇട്ടുകൊണ്ട് ഗൺ പിടിച്ചുകൊണ്ട് അവൻ അവിടെ ഇരിപ്പുണ്ട്. സർ, ദർ ഈസ് നത്തിങ് റോങ് വിത്ത് ദിസ് ചൈൽഡ്, ജസ്റ്റ് BP വിൽ ഡ്രോപ്പ്. ഷീ വിൽ ഫോൾ സ്ലീപ്പ് ആൻഡ് ഷീ വിൽ റിക്കവർ. ഡോക്ടർ പേടിയോടെ അവനെ നോക്കി വിറച്ചുകൊണ്ട് പറഞ്ഞു. ഗെറ്റ് ഔട്ട്. പതുക്കെയാണ് പറഞ്ഞതെങ്കിലും അവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അതോടെ അയാൾ ജീവനും കൊണ്ട് അവിടെ നിന്നും മാറിപ്പോയിരുന്നു. അവൻ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി. അങ്ങനെയിരുന്നു. കണ്ണുകൾ അടച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന അവളെ കാണെ അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു. അതുവരെ അവന് അതറിയാത്ത അപരിചിതമായ ഒരു ചിരി. അപ്പോഴേക്കും അവൻ്റെ 2 ഗാർഡ്സ് അങ്ങോട്ട് വന്നു. അവരുടെ കയ്യിൽ മീനാക്ഷിയുടെ ബാഗ് ഉണ്ടായിരുന്നു. സർ, ഇതാ കുട്ടിയുടെ ബാഗാണ്. ഗാർഡ് അവന് നേരെ ആ ബാഗ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ ആ ബാഗ് വാങ്ങിയതും ഗാർഡ് അവിടെ നിന്നും വേഗം ജീവനും കൊണ്ടുപോയി. അവൻ ആ ബാഗ് ഓപ്പൺ ചെയ്തു നോക്കി. അതിൽ അവളുടെ മൊബൈൽ ഫോൺ ഉണ്ട്. കൂടെ അവളുടെ ലൈസൻസുമുണ്ട്. അതിലേക്ക് അവൻ നോക്കി. അതിൽ അവളുടെ പേര് കണ്ടു, മീനാക്ഷി. വൗ, മീനു, യു ആർ സോ ബ്യൂട്ടിഫുൾ മീനാക്ഷി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മെല്ലെ സോഫ്റ്റായി പുഞ്ചിരിയോടെ പറഞ്ഞു. ഇതാണ് സ്റ്റാലിൻ ഡേവിഡ്. കുരിശിങ്കൽ തറവാട്ടിലെ സേവ്യറിൻ്റെയും മിനിയുടെയും ഒരേ ഒരു മകനാണ് സ്റ്റാലിൻ ഡേവിഡ് എന്ന ഡേവി. അച്ഛനെയും അമ്മയെയും ആത്മഹത്യ ചെയ്ത നിലയിൽ സ്റ്റാലിൻ കാണുന്നത് അവൻ്റെ 15ാമത്തെ വയസ്സിലാണ്. അതോടെ ആ തറവാട്ടിലുള്ള അവൻ്റെ അച്ഛൻ്റെ ഇളയ അനിയന്മാർക്കും അവരുടെ ഭാര്യമാർക്കും ഒരു ഭാരമായി മാറി സ്റ്റാലിൻ. പിന്നീട് അങ്ങോട്ട് കുത്തുവാക്കുകളും വഴക്കും അടിയുമായി പോയിരുന്നു സ്റ്റാലിൻ്റെ ജീവിതം. അച്ഛൻ്റെയും അമ്മയുടെയും രാജകുമാരനായി ആ തറവാട്ടിൽ കഴിഞ്ഞവൻ പിന്നെ വെറും നിലത്ത് തറവാടിൻ്റെ അടുക്കള തിണ്ണയിൽ കിടന്ന് പുറംപണിക്ക് നിൽക്കേണ്ടി വന്നു അവന്. എന്നാൽ വാശിയായിരുന്നു അവനിലും. പക, പ്രതികാരം ആയിരുന്നു അതിനു വേണ്ടിയവൻ പഠിക്കണമെന്ന് തീരുമാനിച്ചു. +2 കഴിഞ്ഞ് നല്ല മാർക്കോടെ പാസ്സായി. പക്ഷേ ഇനി പഠിക്കാൻ പണം വേണം. അത് കിട്ടില്ല എന്നവന് മനസ്സിലായതോടെ പണിക്ക് പോകാൻ തുടങ്ങി. പെട്ടെന്നൊരു ദിവസം കുരിശിങ്കൽ തറവാട്ടിൽ നിന്നും അവനെ കാണാതെയായി. പിന്നീട് സ്റ്റാലിൻ്റെ വളർച്ചയായിരുന്നു. അവൻ ബിസിനസ് ലോകത്തിൻ്റെ കിരീടം വയ്ക്കാത്ത രാജാവാണ്. തനിക്കെതിരെ നിൽക്കുന്നവരെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കിക്കൊണ്ടായിരുന്നു സ്റ്റാലിൻ്റെ മുന്നേറ്റം. അവനോട് എതിർക്കാൻ വരുന്നവൻ്റെ ബോഡി പോലും കിട്ടിയെന്ന് വരില്ല. അതുപോലെയാണവൻ. ദേഷ്യവും വാശിയും ക്രൂരതയും പകയും പ്രതികാരവും അവനെ മനുഷ്യരിൽ നിന്നും ചെകുത്താനാക്കി മാറ്റി. അവൻ്റെ നീലക്കണ്ണുകളിൽ ക്രൂരതയുടെ തിളക്കമായി മാറി. അവനോട് എതിർക്കുന്നവൻ്റെ ജീവനെ എടുക്കാൻ പാകത്തിലുള്ള ആയുധമാണ് അവൻ്റെ കയ്യിൽ. മീനാക്ഷിയുടെ ബാഗിലുള്ള ഓരോന്നും നോക്കിയവൻ ഇരിക്കുമ്പോഴാണ് മീനാക്ഷിയുടെ ഫോൺ റിംഗ് ചെയ്തത്. സ്റ്റാലിൻ ബാഗ് അവിടെ വെച്ചുകൊണ്ട് ആ ഫോൺ കോൾ എടുത്തു നോക്കി. ശിവേട്ടൻ. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് വായിച്ചു. സ്റ്റാലിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. സ്റ്റാലിൻ ഫോൺ കോൾ എടുത്ത് ചെവിയോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. ഹലോ. സ്റ്റാലിൻ പറഞ്ഞു. ഹലോ മീനാക്ഷി. അപ്പുറത്ത് നിന്ന് ടെൻഷനോടെയുള്ള ശബ്ദമാണ് സ്റ്റാലിൻ കേട്ടത്. ഹു ആർ യു? സ്റ്റാലിൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു. ഐ ആം ശിവദ്രു, DYSP. മീനാക്ഷിയുടെ ഏട്ടനാണ്. ഹു ആർ യു? അവിടെ നിന്നും ചോദ്യം വന്നു. ശാന്തമാണെങ്കിലും ഉറച്ചതായിരുന്നു ആ ശബ്ദം. അവൻ്റെ ചോദ്യം കേട്ട് ചുണ്ടിൽ വിരിഞ്ഞ പുച്ഛച്ചിരിയോടെ സ്റ്റാലിൻ പറഞ്ഞു. ഐ ആം സ്റ്റാലിൻ ഡേവിഡ്.